ഈ സമയത്ത് ഇത്രയും പൈസ ഇതിനുവേണ്ടി ചെലവാക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ല കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നല്ല തുടക്കമാണ്. ചെറിയ മഴയുണ്ട്. മഴ കൂടുന്നതിന് മുമ്പ് ഞാൻ ഈ പണി അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ടീച്ചറിന്റെ പദ്ധതിയുടെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞു. ഞാൻ അതേക്കുറിച്ച് വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിടയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോടുണ്ടായിരുന്ന ഒരു ഭ്രമമാണ്. കുട്ടി ഇംഗ്ലീഷ് പറയണമെന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷ് പറയണം. അതിനാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പറയുന്നത്. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അതിന്റെ ചരിത്രത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമാകുന്നത് സാധാരണ നമുക്കറിയാം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ നമ്മൾ കുട്ടിയെ കൊണ്ട് ചേർത്ത് ഒരുപാട് ഫീസാണ് എന്തുകൊണ്ട് അത് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഫീസ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് വിഭാവനം ചെയ്തിട്ടില്ല കൃത്യമായ കരിക്കുലം ഒബ്ജക്റ്റീവ്സിനനുസരിച്ചുള്ള ഒരു നേട്ടം കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. ആ ഒരു നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നത്, പാഠപുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും 5ാം ക്ലാസ്സിലെയോ 6ാം ക്ലാസ്സിലെയോ കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ കഴിവുകൾ കൂടി ഈ ഒരു പദ്ധതിയോടുകൂടി വികസിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. രക്ഷിതാക്കളാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം സ്കൂൾ സമയത്തിന് 1 മണിക്കൂർ മുൻപായി കുട്ടി സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളാ ഒരു പദ്ധതി പ്രകാരം ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമായി ആരംഭിച്ച മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സബ് ജില്ലയിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേകം അവർക്ക് കുട്ടികൾക്ക് ഒരു പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ച് അവർക്ക് അതിനുള്ള അഭിരുചി ഇംഗ്ലീഷിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഈ ക്ലാസ് മിസ് ചെയ്യാത്ത രീതിയിൽ കൃത്യമായി പറഞ്ഞയക്കുകയും അതുപോലെ തന്നെ അവരെ ആ ക്ലാസ് നിർബന്ധമായി അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. പഠിക്കേണ്ട, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കെമിസ്ട്രി മാസ്റ്റർ ഉണ്ടായിരുന്നില്ല. 7 മാസം കെമിസ്ട്രി പഠിപ്പിച്ചിട്ടില്ല. പകരം ആരും വരുന്ന ഒരു സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പൊ അത്തരം സംവിധാനങ്ങളല്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ രൂപം മാറി, ഘടന മാറി, മൂല്യം വളരേണ്ട ഘടനയാണ് ഇപ്പോൾ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അത് രക്ഷിതാക്കളാണ് ഉറപ്പുവരുത്തേണ്ടത്. അവരെ ഈ സമയത്ത് എത്തി കുറച്ച് പ്രയാസമുണ്ടാവും. 10 മണി എന്നുള്ളത് 9 മണിയാകുമ്പോ നമ്മളുടെ അമ്മമാരുടെ എല്ലാ റൂട്ടീനും തെറ്റും അല്ലേ? ശരി, ഞാനൊരു അമ്മയാണ്, കുട്ടികളെ വിടുന്ന അമ്മയാണ്. അപ്പൊ 10 മണിക്ക് എത്തേണ്ട കുട്ടികളിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള അഭിരുചി വളർത്തിയെടുക്കുക. മലയാളം മീഡിയം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ ELEP പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന് സ്വാഗതം പറഞ്ഞത് നമ്മുടെ HM ഇൻചാർജായ ശ്രീജ ടീച്ചറാണ്. ശ്രീജ ടീച്ചർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇതിന് അധ്യക്ഷത വഹിച്ചത് PTA പ്രസിഡന്റായ ശ്രീ ശ്രീരാജാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീ ടി മുഹമ്മദ് ബഷീർ ആണ്. പൊന്നാനി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അദ്ദേഹത്തിന് നമ്മുടെ വിദ്യാലയത്തിന്റെ പേര്
എൻ്റെ പേരിലും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ELEP പ്രോഗ്രാമിനെ പറ്റിയിട്ട് വിശദീകരിച്ചത് നമ്മുടെ ELEP ട്രെയിനർ ആയിട്ടുള്ള ശ്രീ രാഹുലാണ്. അദ്ദേഹത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ വെള്ളാണി അശോകൻ, ബഹുമാന്യ AEO പൊന്നാനി ശ്രീമതി ശ്രീജ ടീച്ചർ, SRT കൺവീനറായ ജമീല ടീച്ചർ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകർ, നമ്മുടെ ELEP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഞാനും വിഷ ടീച്ചർ 3 ദിവസം ട്രെയിനിങ്ങിൽ പോയിരുന്നു. റെസിഡൻഷ്യൽ ട്രെയിൻ കോഴ്സ് ആയിരുന്നു. അവിടെ 3 ദിവസം താമസിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പരിശീലനം തന്നെയാണ് ലഭിച്ചത്. അത് കുട്ടികളെ എത്തിക്കുവാനൊരു ബാധിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഇൻസ്ട്രക്ടറായിട്ട് രാവിസാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുവാനും അവരുടെ റീഡിംഗ് സ്കില്ല്, ഇംഗ്ലീഷിനോടുള്ള താല്പര്യം, എത്ര കുട്ടികൾ പറയാനുള്ള ഇംഗ്ലീഷിനോട് താല്പര്യമാണ്, അത് വളർത്തിയെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും രക്ഷിതാക്കളായ നിങ്ങളിൽ നിന്നുണ്ടാകാം. അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നതാണ്. കുട്ടികളെ കൃത്യസമയത്ത് പറഞ്ഞേക്കുക. 9 മണിക്കും 5 മണിക്കും 4 മണിക്കാണ് ക്ലാസ് ഉള്ളത്. ഒരു ദിവസം പോലും കിട്ടാതെ അറ്റൻഡൻസ് മസ്റ്റാണ്. അപ്പൊ അവരുടെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും മുന്നേ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും ആശംസിക്കുന്നു.